5 വർഷം മുമ്പ് ഞാനും ഒരു സാധാ ഹൗസ് വൈഫ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു വുമൺ ഓൺട്രപ്രണറാണ്. എനിക്ക് പ്രൗഡ്ലി ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും ഞാനും ഒരു ബിസിനസ് സംരംഭകയാണ് എന്നുള്ളത്. അത് മാത്രമല്ല, എല്ലാവരും ഒരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ഈ ഇന്റർനാഷണൽ ട്രാവലൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്റർനാഷണൽ ആയിട്ട് ട്രാവൽ ചെയ്യുക. മാത്രമല്ല, പല മീറ്റിംഗ്സുകൾക്കും പല സ്ട്രെസ്സുകളും ആ ട്രിപ്പിന്റെ ഇടയിലും നമുക്ക് വരാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ട്രിപ്സിന് ഞാൻ ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഞാൻ ഈ ഇന്റർനാഷണൽ ട്രിപ്പ് എൻജോയ് ചെയ്തത്. അത് മാത്രമല്ല, ഒരു സ്ട്രെസ്സും ഒരു മീറ്റിംഗ്സും കാര്യങ്ങളൊന്നും പോവാതെ കംപ്ലീറ്റ്ലി എൻജോയ്മെന്റ് ആയിട്ടുള്ള ട്രിപ്പ്. 9 വർഷം മുമ്പാണ് ഞാൻ പാസ്പോർട്ട് എടുത്തത്. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ആ പാസ്പോർട്ടിൽ എന്റെ കയ്യിൽ നിന്ന് 5 പൈസ ചെലവാവാതെ എനിക്ക് ആ പാസ്പോർട്ടിൽ സീലുകളും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ദുബായ്, മാൽദീവ്സ്, അതുപോലെ മലേഷ്യ, തായ്ലാന്റ്, ഇതിന്റെ ഫസ്റ്റ് പാസ്പോർട്ടാണ്. അതിനുശേഷം ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എക്സ്പയറി ആയപ്പോൾ പിന്നെയും പാസ്പോർട്ട് എടുത്തു. ഇത് തായ്ലാന്റ് ആണ്, എഗെയിൻ തായ്ലാന്റ് ആണ്. കഴിഞ്ഞ വർഷവും അതുപോലെ ഈ വർഷവും എനിക്ക് തായ്ലാന്റ് 2 തവണ എനിക്ക് തായ്ലാന്റ് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ടോട്ടലി ആയിട്ട് 16ഓളം ഇന്റർനാഷണൽ ട്രിപ്സ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ അച്ചീവ് ചെയ്ത് എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ബിസിനസ് പോലെയുള്ള ഒരു ബിസിനസ്സേ അല്ല ഇത് നമുക്ക് ഒരുപാട് ആൾക്കാരെ എംപവർ ചെയ്യാൻ വേണ്ടി പറ്റും. അൺലിമിറ്റഡ് ആൾക്കാരെ നമ്മൾ ഇതുപോലെ അച്ചീവ് ചെയ്തതുപോലെ തന്നെ അവരെയും നമുക്ക് അച്ചീവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെയും ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അവരെയും നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി.